ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സാരി ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ യെല്ലോ കളറുള്ള ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഓർഗൻസ മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാവേ. അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിന് ഫാബ്രിക്കിൻ്റെ 2 പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു യെല്ലോ കളറും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് ഇങ്ങനെ വരച്ച് നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് അതിൻ്റെ ബാക്കിലോട്ട് പോകുന്ന രീതിയിലാണ് ഇത് വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ലീഫും അതുപോലെ തന്നെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഈ ലൈൻസൊക്കെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലീഫൊക്കെ നമ്മൾ യെല്ലോയും ഗ്രീനും പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സാരിയുടെ മുന്താണിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ താഴെ പ്ലീറ്റ് എടുക്കുന്നില്ലേ, അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തായിട്ടും ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ ചെസ്റ്റ് പോർഷനിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ലീഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാനിവിടെ ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, വരച്ച് കൊടുക്കാതെ ബ്രഷും പെയിൻറ്റും മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാവേ. ഞാനിങ്ങനെ ജസ്റ്റ് വരച്ചെന്നേ ഉള്ളേ. പിന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു കളറല്ല കേട്ടോ, ഒരു ഒലിവ് ഗ്രീൻ ഇല്ലേ, ആ ഒരു കളറാണ് കിട്ടുന്നത്. ഒരു ഇച്ചിരി യെല്ലോ ടിൻറ്റ് കൂടിയിട്ടുള്ള ഒരു കളറാണ്.